ഇന്ന് ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാതെ ഖത്തർ. രാജ്യത്തെ ജനജീവിതം സാധാരണഗതിയിലാണ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു. വ്യോമപാത ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അർജന്റീന സ്പെയിൻ പോരാട്ടമായ ഫൈനലിസിമ അടങ്ങുന്ന ഖത്തർ ഫുട്ബോൾ ഫെസ്റ്റിവൽ അധികൃതർ റദ്ദാക്കി. അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേർന്നു. അബ്ബാസ്, ഈ പറഞ്ഞതുപോലെ തന്നെ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് ഈ ഫൈനലിസിമ പോരാട്ടം ഉൾപ്പെടെ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അനീഷ, ഇന്ന് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു ദിവസമാണ്. കാരണം ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ ഒരു 16ാമത്തെ ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ ഖത്തറിന് നേരെ ആക്രമണം ഇല്ലാതിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ ഒരു 24 മണിക്കൂറും ഇവിടേക്ക് ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണം ഇല്ലാതിരുന്നത്. ഇന്നും അങ്ങനെ ഉണ്ടായില്ല. ഇന്നലെ അഥവാ ശനിയാഴ്ച പുലർച്ചെ 1:30 അതുപോലെ 5:45 2 ആക്രമണങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അതിനുശേഷം ഇതുവരെ ഒരു ആക്രമണം പോലും, നമ്മൾ ഈ സംസാരിക്കുന്ന വേളയിൽ വരെ ഒരു ആക്രമണം പോലും ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജനജീവിതം വളരെ സാധാരണഗതിയിൽ മുന്നോട്ട് പോകുന്നു. ചെറിയ പെരുന്നാളൊക്കെ വരികയാണ്. അപ്പോൾ ഇവിടെ ലോക്കൽ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളും അടക്കമുള്ള സ്ഥലങ്ങൾ, തെരുവുകളൊക്കെ സജീവമാണ്. വളരെ സജീവമായി, വളരെ സാധാരണയായി ഖത്തറിലെ ജനജീവിതം മാറിയിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഏതായാലും ഇങ്ങനെ തന്നെ ഇനി മുമ്പോട്ട് പോകുന്നുള്ള പ്രത്യാശയാണ് എല്ലാവർക്കും ഉള്ളത്. ഇതോടൊപ്പം നേരത്തെ അനീഷ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഫൈനലിസിമ പോരാട്ടം അർജന്റീനയും അതുപോലെ തന്നെ സ്പെയിനും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടം ലുസൈൽ സ്റ്റേഡിയത്തിൽ മാർച്ച് 27 നിശ്ചയിച്ചിരുന്നതാണ്. ഈ ഫൈനലിസിമ ലോകത്തുടനീളമുള്ള ഫുട്ബോൾ ആരാധകർ വളരെ ആവേശപൂർവ്വം കാണുകയും വളരെ ആവേശപൂർവ്വം അതിനെ വരവേൽക്കാൻ ഒരുങ്ങുകയും ചെയ്തൊരു പോരാട്ടമായിരുന്നു ഫൈനലിസിമ. അതിനുവേണ്ടിയുള്ള ടിക്കറ്റ് ഓപ്പണായ ദിവസം വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൻ്റെ എല്ലാ ടിക്കറ്റും വിറ്റുപോയിരുന്നു. ഇങ്ങനെ വളരെ ആഘോഷപൂർവ്വവും ആവേശപൂർവ്വവും ഈ ഒരു പോരാട്ടത്തെ വരവേൽക്കാൻ ഫുട്ബോൾ ലോകം കാത്തിരുന്നതാണ്. പക്ഷേ ഈ പശ്ചിമേഷ്യൻ സംഘർഷം അതിനുമേൽ കരിനിഴൽ വീഴ്ത്തുന്നു. ഈ ഫൈനലിസിമ പോരാട്ടം അടക്കമുള്ള ഫുട്ബോൾ ഫെസ്റ്റിവൽ, ഖത്തർ ഫുട്ബോൾ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ആഘോഷം ഖത്തർ ഇപ്പോൾ റദ്ദാക്കുകയാണ്. ഇവിടുത്തെ പ്രാദേശിക സംഘാടക സമിതിയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു ലോക്കൽ ഓർഗനൈസിംഗ് കമ്മിറ്റി, അവരും അതുപോലെ യുഎഫ്എയുമാണ് ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം വന്നിട്ടുള്ളത്. ഏതായാലും 2026 ഫൈനലിസിമ നടക്കില്ല എന്ന് ഇതോടെ ഉറപ്പായിരിക്കുകയാണ്. ഈ ഫൈനലിസിമയെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ലോക ഫുട്ബോളിലെ ഇതിഹാസം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ലയണൽ മെസ്സി, അതുപോലെ തന്നെ ലോക ഫുട്ബോളിലെ ഉയർന്നു വരുന്ന സെൻസേഷണൽ സ്റ്റാർ എന്ന് പറയുന്ന യാമിൻ യമാൽ, ഇവർ തമ്മിലുള്ള ഒരു പോരാട്ടം എന്നുള്ള രീതിയിൽ, അഥവാ ഫുട്ബോളിൻ്റെ ഭാവിയും ഫുട്ബോളിൻ്റെ വർത്തമാനം അല്ലെങ്കിൽ ഭൂതം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന മെസ്സിയും തമ്മിലുള്ള പോരാട്ടം, ഇങ്ങനെ ഫുട്ബോളിൻ്റെ ഈ 2 പോരാട്ടങ്ങൾ, ഇങ്ങനെ ഒരു ദ്വന്ദ്മായിരുന്നു ഫുട്ബോൾ പണ്ഡിതർ ഈ ഒരു പോരാട്ടത്തെ വിശേഷിപ്പിച്ചിരുന്നത്. അതിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ കൂടിയായിരുന്നു ഖത്തർ. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തുന്ന ഈജിപ്തും അതുപോലെ ഖത്തറും അതുപോലെ സംഘടിപ്പിച്ചിരുന്നു. ഇതുകൂടിയാണ് ഫൈനലിസിമക്കൊപ്പം ഇതുകൂടിയാണ് റദ്ദാക്കുന്നത്. ഏതായാലും അങ്ങനെ ഒരു വലിയ ഫുട്ബോൾ ആവേശം ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇല്ലാതാവുകയാണ് അനീഷ. പോലെ തന്നെ അബ്ബാസ്, ഫുട്ബോൾ ആരാധകർ വളരെ ആവേശത്തിൽ കാത്തിരിക്കുന്ന ഒന്നായിരുന്നു. കഴിഞ്ഞ വർഷം നടക്കേണ്ട മത്സരമായിരുന്നു. അതിങ്ങനെ നീണ്ടു പോയി ഇപ്പോഴത് റദ്ദാക്കുന്ന സ്ഥിതിയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ്. പക്ഷേ നിലവിലെ സാഹചര്യം അതുകൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി ഇപ്പോഴും അധികൃതർ നൽകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ സ്ഥിതി ശാന്തമാണെങ്കിൽ പോലും അത് സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി അബ്ബാസ്. അനീഷ, സ്ഥിരമായി ഇവിടെ ഇത്തരം കാര്യങ്ങൾ അഥവാ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആക്രമണവുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഓരോ സമയാസമയങ്ങളിൽ അതത് മന്ത്രാലയങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ട് ഹാൻഡിലുകളിൽ, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിലൊക്കെ ജനങ്ങൾക്ക് അതുപോലെ മെസ്സേജായിട്ട് മൊബൈലിലെ സന്ദേശമായിട്ടൊക്കെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഈ മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ വീഴുന്ന സ്ഥലത്തേക്ക് ഒരു ഘട്ടത്തിൽ പോലും അങ്ങോട്ട് പോകരുത്. അങ്ങനെ മിസൈലിൻ്റെ അവശിഷ്ടം കാണുന്ന സമയത്ത് അത് 999 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചറിയിക്കണം. അതിനെ വീഴുന്നതോ അതുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളോ ഒരിക്കലും ഫിലിം ചെയ്യരുത്, അതിനെ സർക്കുലേറ്റ് ചെയ്യരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ നിരന്തരമായിട്ട് നമ്മുടെ മൊബൈൽ ഫോണുകളിലേക്ക് വരുന്നുണ്ട്. അതോടുകൂടി തന്നെ ഇവിടുത്തെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ മന്ത്രാലയം
അധികൃതർ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ഇത് വളരെ കർശനമായിട്ട് പാലിക്കണമെന്നുള്ളതാണ് അധികൃതർ ആവശ്യപ്പെടുന്നത്. കാരണം ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായാണ് ഇത്തരമൊരു നീക്കങ്ങൾ തങ്ങൾ നടത്തുന്നതെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതോട് സഹകരിക്കേണ്ടത് ഇവിടുത്തെ പൊതുജനങ്ങളുടെയും ഇവിടുത്തെ പൗരന്മാരുടെയും അതുപോലെ ഇവിടുത്തെ താമസക്കാരുടെയും ബാധ്യത കൂടിയാണ്. ഏതായാലും ഈ ഒരു അക്രമ സംഭവങ്ങളിൽ ആകെ 26 പേർക്ക് പരിക്കേറ്റു എന്നാണ് കഴിഞ്ഞ ദിവസം ഖത്തർ ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരുന്നത്. 600-ലധികം മിസൈൽ അവശിഷ്ടങ്ങൾ താഴേക്ക് പതിച്ചു എന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഖത്തർ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഏതായാലും ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സാധാരണഗതിയിലുള്ള ജീവിതം ഷോപ്പിംഗ് മാളുകളിലും അതുപോലെ തെരുവുകളിലൊക്കെ നിറയെ ആൾക്കാരുള്ള വളരെ സാധാരണഗതിയിലുള്ള ജീവിതമാണ് നിലവിൽ ഖത്തറിലുള്ളത്. അനീഷ, ഏതായാലും ഖത്തറിലെ ആളുകൾ സാധാരണ രീതിയിലുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യവും ഖത്തറിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും അധികൃതർ മുന്നോട്ട് വയ്ക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ അത് പാലിക്കേണ്ടതുണ്ട്. അബ്ബാസാണ് വരുന്നത്.